വീഗാലാൻഡ് അല്ലെങ്കിൽ വണ്ടർലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അത്ര നീറ്റ്നെസ് ഉണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവിടെ ആ ക്ലീൻനെസ് കീപ്പ് ചെയ്യുന്നു. പബ്ലിക് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ അവർ വേസ്റ്റ് അവിടെ ഇടുമായിരിക്കും. പക്ഷേ ഇവിടെ അവിടെ ഇടാൻ പേടി അവർക്ക്, അല്ലെങ്കിൽ ഇട്ട് കാണുന്നില്ല ആരും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ആ കാര്യത്തിലൊക്കെ പുറകിലായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ കൊണ്ട് തന്നെ ഇടിപ്പിച്ച് ഇന്ന് കുറച്ചുകൂടി ഈസിയാണ് പല കാര്യങ്ങളും. പക്ഷേ ആളുകൾ അവൈലബിൾ ആണ് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ്. ആ കാലത്ത് കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. അപ്പം അതിനെ കണക്ട് ചെയ്തിട്ട് സാർ എൻ്റെ നാട്ടിൽ ആ കരയിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. ഷീല മാം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സാർ ചെക്ക് മാറാനായിട്ട് പോയ എന്തോ ഒരു കഥ, എന്താ പറയാ, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. അത് നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമാണോ? തുടക്കത്തിലൊക്കെ എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലേബർ പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് വീഗാർഡ് ഗ്രൂപ്പ്. അതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കേരളമാണ് ഒരു എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്ന സ്റ്റേറ്റ്, ആദ്യത്തെ ലോകത്തിൽ തന്നെ. നമ്മൾ കേരളത്തിൽ മാറണമെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? ഒറ്റ കാര്യം മാറണം. കേരളം ഇങ്ങനെയൊക്കെ പോവുള്ളൂ. അന്ന് തുടങ്ങിയ സമയത്ത് അവിടെ ഒരു അമ്മു എന്നായിരുന്നു തോന്നുന്നുണ്ട്, ആനക്കുട്ടി ഉണ്ടായിരുന്നു. പറഞ്ഞ മാതിരി തൃശ്ശൂർക്കാരാണല്ലോ, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള എനിക്ക് ആനയോടൊരു പ്രത്യേക ഒരു കമ്പം ഉണ്ടാവും. മമ്മൂക്കയും സൗന്ദര്യം ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്ന ആളാണ്. അങ്ങയുടെ ഈ നരച്ച താടി മാത്രം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലും അതേ സൗന്ദര്യം തന്നെയാണ്. റെഗുലർ എക്സസൈസും അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യും. പക്ഷെ ഒരു സപ്ലിമെന്റോ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസോ യാതൊരു സാധനവും ഞാൻ കഴിക്കില്ല. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. വീഗാലാൻഡ് എന്നാണ് നമ്മുടെ ഇവിടെ എല്ലാരും എപ്പോഴും വണ്ടർല ഉണ്ടെങ്കിലും നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വണ്ടർല ആണ്. അതെ, ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും പോകുമ്പോഴൊക്കെ വീഗാലാൻഡ് ആണ്. പക്ഷെ ഞാൻ അന്ന് തുടങ്ങിയ സമയത്ത് അവിടെ ഒരു അമ്മു എന്നായിരുന്നു തോന്നുന്നുണ്ട്, ആനക്കുട്ടി ഉണ്ടായിരുന്നു അല്ലേ? അതിന് അങ്ങനെ ഒരു ആന കുട്ടികൾ വരുന്ന സ്ഥലമല്ലേ, കുട്ടികൾക്കൊരു കൗതുകമാണ് എത്രയാന്ന് പറഞ്ഞാലും ആനയെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെ. അന്ന് എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ മാതിരി തൃശ്ശൂർക്കാരാണല്ലോ, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള എനിക്ക് ആനയോടൊരു പ്രത്യേക ഒരു കമ്പം ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടൊരു ആനക്കുട്ടിയെ അവിടെ വെച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അത് അന്വേഷിച്ച് ഇവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഈ ആനയെ സപ്ലൈ ചെയ്യുന്ന ചില ഏജൻസ് ഉണ്ട്, അവർ ബീഹാറിൽ നിന്ന് കൊണ്ടുതരും. ബീഹാറിൽ ആന മേള നടക്കും, ആന ചന്ത ഉണ്ട് വർഷത്തിലൊരിക്കല്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ വേറെ 2-3 ആനനെ മേടിക്കാനായിട്ട് ബീഹാർ പോകുന്നുണ്ട്, സാറിന് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊന്ന് നോക്കാം. എന്നിട്ട് അവിടുന്ന് അയാൾ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു 2 വയസ്സുള്ള ഒരു ആനക്കുട്ടി ഉണ്ട്, മേടിക്കണോ? അയാള് ഫോണിൽ കൂടെ വില പറഞ്ഞു. ഞാൻ പറഞ്ഞു മേടിച്ചോ. എന്നിട്ട് അയാളെ കൊണ്ടുവന്നു. അങ്ങനെയായിരുന്നു അമ്മുവിനെ ഇവിടെ വെച്ചത്, ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ എന്നിട്ട് മാറ്റിയത് എങ്ങനെയാ? അല്ല, എന്നിട്ട് അത് നമ്മുടെ അവിടെ 3 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ കൊല്ലം വളരെയാണ് സാധനം. അപ്പൊ ആദ്യം തന്നെ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അത് പഠിപ്പിക്കാനും ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ അതിനൊരു എന്താ പറയാ, ചില ബുക്കൊക്കെ വായിച്ചിട്ടും പിന്നെ ഒരു വെറ്റിനറി ഡോക്ടർ, തൃശ്ശൂരിൽ നിന്നുള്ളൊരു ഡോക്ടറെ കൊണ്ടുവരാറായിരുന്നു. കാരണം അവിടെ നല്ല ഈ ആനയ്ക്ക് ചികിത്സിക്കാൻ പറ്റിയ ഡോക്ടർമാര്. കാരണം ഇതൊരു ജീവിയാണല്ലോ, ഇടയ്ക്ക് ഓരോ അസുഖങ്ങൾ വരും. ഞാൻ കാറ് വിട്ട് ഡോക്ടറെയൊക്കെ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട്. എനിവേ, അപ്പൊ അതിനെ ചില വിദ്യകളൊക്കെ പഠിപ്പിച്ചു. അതും ഞാൻ തന്നെ പഠിപ്പിച്ചത്. കാരണം ഇത് ഈ ചാൻസ് കിട്ടിയപ്പോ വാങ്ങിച്ചപ്പോ പാർക്കിന്റെ പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 6 മാസം നമ്മുടെ വീട്ടിലായിരുന്നു വളർത്തിയത്. ബൈപ്പാസിൽ ഉണ്ടായിരുന്നു ഈ സാധനം. ഈ 2 വയസ്സായതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുത്തു പല കാര്യങ്ങളും. എന്നിട്ട് സാറായിട്ട് ചെപ്പടി വിദ്യകൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? അത് ഒരു സ്റ്റെപ്പുള്ള സ്റ്റൂളുമ്മ കയറി സല്യൂട്ട് ചെയ്യും, പിന്നെ ഗാർലൻഡ് ചെയ്യും, മാലയിടും. അപ്പൊ അതിന് ഡോക്ടറൊക്കെ പറഞ്ഞു തന്ന വിദ്യ, നമ്മളിങ്ങനെ റിവാർഡ് കൊടുക്കുക, ഒരിക്കലും അടിക്കരുത്. ഇങ്ങനെ
മാല കഴുത്തിൽ ഇട്ട് തന്നാൽ നമ്മളൊരു കഷ്ണം റസ്ക്കാണ് അന്ന് കൊടുത്തോണ്ടിരുന്നത്. കിലോ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ആഹാ. കൊടുക്കും. ഇട്ടിട്ടില്ലെങ്കിൽ കൊടുക്കില്ല. അങ്ങനെ ഓ, ഞാൻ ആദ്യം കേൾക്കുക. സാധാരണ എപ്പോഴും പഴം, ശർക്കര ഇതൊക്കെയാണല്ലോ അപ്പൊ ആനയ്ക്ക്. അതായാലും മതിയായിരിക്കാം. പക്ഷെ നമുക്കിങ്ങനെ ഒരു ബെയ്റ്റ് എന്നൊക്കെ പറയില്ലേ, കൊടുക്കാൻ എളുപ്പതല്ലേ. അങ്ങനെ പിന്നെ സ്വിച്ച് ഇടാൻ പഠിപ്പിച്ചു. അപ്പൊ എന്നിട്ട് അതിനൊരു കൂട് പോലെയൊക്കെ പണിത് കൊടുത്തു. അപ്പൊ അതിനകത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ ഫാൻ ഓൺ ആവും, വേറെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് ഓൺ ആവും, പിന്നെ ടാപ്പ് തുറക്കും, പിന്നെ അത് സ്റ്റെപ്പിൽ കയറി സല്യൂട്ട് ചെയ്യും, പിന്നെ ഗസ്റ്റ് വന്ന ഗാർലൻഡ് ചെയ്യും. അത്രയൊക്കെ പഠിപ്പിച്ചു. ഇതൊക്കെ സാർ തന്നെയാ പഠിപ്പിച്ചേ? ഞാനും പിന്നെ ഒരു ട്രെയിനി ഉണ്ടായിരുന്നു. ട്രെയിനി എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് അറിയില്ല. അങ്ങനെ ഒരു വയസ്സായി റിട്ടയർ ചെയ്ത പാപ്പാനായിരുന്നു. കാരണം ഈ വലിയ പാപ്പാന്റെ കൂടെ, വലിയ ആനയുടെ കൂടെ പോകാൻ പറ്റാത്ത പാപ്പാൻ. അപ്പൊ അയാൾക്കും അറിയില്ല. അപ്പൊ അയാളോട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ച് പഠിപ്പിച്ച് അയാളെ പഠിപ്പിച്ച് നമ്മളും പഠിച്ച്. എന്തായാലും അമ്മ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു, അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പഠിച്ചു. അത് എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. അതെ, അതെല്ലാം പടം വരയ്ക്കും ഉത്തരം ആണല്ലേ? അല്ല, ഇതല്ല, ഈ പടം വരയ്ക്കുന്ന ആനകളുണ്ട്. ആണോ? അതെ അതെ, തായ്ലൻഡിലൊക്കെ ഉണ്ട്. ഈ മോഡേൺ ആർട്ട് പോലെയൊക്കെ വരയ്ക്കും. ഓ, ഓക്കെ ഓക്കെ. എന്നിട്ട് അമ്മുവിനെ പിന്നെ ഇവിടുന്ന് മാറ്റാൻ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം അത് കുട്ടികളൊക്കെ വരുമ്പോൾ അത് വലിയൊരു അട്രാക്ഷനായി. അപ്പോൾ കുട്ടികൾ ക്യൂ നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും റസ്കിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ചു കൊടുക്കും. ദെൻ അപ്പോൾ എല്ലാവർക്കും ഇതിനെ തുടരണം. അങ്ങനെ ഒരു ദിവസം ഒരു കുട്ടിയെ കുട്ടി റസ്ക് കൊടുക്കാണ്ട് അതിനെ കളിപ്പിച്ചു ഒന്ന്. അപ്പൊ അതിന് ദേഷ്യം വന്ന കൊച്ചിനെ തട്ടിയിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് റിസ്ക് ആണ്, ഇനി നമ്മള് വെക്കണ്ട. അപ്പോഴേക്കും വലുതായി കുറേ കൂടി. അതിന്റെ ഒരു കുട്ടിത്തം മാറാൻ തുടങ്ങി. അത് വേറെ ആൾക്ക് വിറ്റു. റിസ്ക് ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. ശരിയാണ്, എത്രയാന്ന് പറഞ്ഞാലും അല്ലേ. പിന്നെ പടം മാത്രം ഉണ്ടായുള്ളൂ. പിന്നെ അവിടെ പടം മാത്രം വെക്കുകയാണ് ചെയ്തത്. ഓക്കെ. ഒരു ഇതുണ്ട്, ഒരു ഫൈബ്രഗ്ലാസിന്റെ ഒരു സാധനം ഉണ്ട് അവിടെ, ഇപ്പോഴും ഉണ്ട്. സാറിന് മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ അമ്മൂനെ? ഇല്ല, ഇപ്പൊ അതൊക്കെ ഇപ്പൊ മാറി മാറി വേറെ കുറെ ഡൈവേർഷൻസ് ഒക്കെ ആയല്ലോ അല്ലെ, ഒരുപാട് കാര്യങ്ങൾ. അതെ, ഇന്ന കാലം ഇപ്പം പ്രസന്റിൽ ജീവിക്കുന്നു അല്ലേ. ഇതിനിടയിൽ ചോദിക്കാൻ മറന്നുപോയി വേറൊരു കാര്യം, രസമുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഷീല മാം ഡെലിവറിക്ക് വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സാറ് ചെക്ക് മാറാനായിട്ട് പോയ എന്തോ ഒരു കഥ. അത് എന്താ പറയാ, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. അതായത് സാറ്റർഡേ ഞാൻ എല്ലാ സാറ്റർഡേയും നാട്ടിൽ ചെല്ലും. ആ സമയത്ത് ഷീല പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവത്തിന് അവരുടെ വീട്ടിൽ പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഷീലയുടെ വീട്ടിൽ കയറും. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിലോട്ട് പോവും. അത് കഴിഞ്ഞിട്ട് മൺഡേ മോർണിംഗിൽ ഏർലി മോർണിംഗിൽ ട്രെയിനിൽ തിരിച്ചു വരും. കാരണം ഇവിടെ ഓഫീസിലെത്തണമല്ലോ. അപ്പോൾ ഈ സാറ്റർഡേ എൻ്റെ ഒരു ജോലി അവിടുത്തെ കടക്കാരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, അവരെ ഒന്ന് ചെക്ക് വാങ്ങിക്കുക. അപ്പോൾ ആ ചെക്ക് എൻ്റെ പോക്കറ്റിലുണ്ട്. അത് മൺഡേ ഇവിടെ പ്രസന്റ് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്ക് പാസ്സാവുള്ളൂ. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ മൺഡേ ഞാൻ പോരാൻ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഷീലയുടെ ബ്രദർ വന്നിട്ട് പറഞ്ഞു, അല്ല ഇത് ഇന്റർവ്യൂ എത്ര സമയത്തിന്റെ? അതൊക്കെ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല, സാറ് പറഞ്ഞോളൂ, നമുക്ക് കുറേ സമയമുണ്ട്. ബ്രദർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഷീല ലേബർ പെയിനായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട്. അപ്പം ഞാൻ ആ ട്രെയിൻ ടിക്കറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഷീല ഹോസ്പിറ്റലിൽ റൂമിലാണ്. അന്ന് കാലത്ത് ആണുങ്ങളെയൊന്നും അകത്ത് കയറ്റില്ല, ഇപ്പൊ കയറ്റെന്ന് പറയുന്നു. ഇങ്ങനെ പിന്നെ ഷീലയുടെ സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്. പിന്നെ എനിക്കവിടെ വലിയ റോളില്ല. ഷീലേനെ കാണാനും പറ്റില്ല. അപ്പം ഞാൻ ഇളയ ബ്രദറിനോട് പറഞ്ഞ് ഞാനൊന്ന് ഒരു 3 hours തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. ഒന്നാമത്തെ കാര്യം അവിടെ ഒരു നല്ല അന്തരീക്ഷം അല്ലല്ലോ അവിടെ നിൽക്കുന്നത്. പിന്നെ ഈ ചെക്ക് എൻ്റെ കയ്യിലിരിക്കുകയല്ലേ. അപ്പം അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലർക്കിനെ ഏൽപ്പിച്ച് ബാങ്കിൽ അടയ്ക്കണം. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി എറണാകുളത്ത് വന്ന് ഓഫീസിൽ പോയി അത് കൊടുത്ത് തിരിച്ച്
ഞാൻ ഒരു 3 o'clock ആയപ്പോഴേക്കും ഞാൻ തിരിച്ചെത്തി. ഓ പക്ഷെ അപ്പോഴേക്കും ഡെലിവറി ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പരാതി ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് കൂടെ നിന്നില്ല. ഇല്ല, ഞാൻ കൂടെ നിൽക്കും. ഞാൻ പറഞ്ഞു ഇപ്പത്തെ പോലെ കൂടെ നിർത്തുമായിരുന്നെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നു. എന്നാലും പറയാൻ പറ്റുമ്പോ എന്താ പറയാ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ഭർത്താവ് കൂടെ ഉണ്ടാവുക എന്ന് പറയണത് അതൊരു അതിപ്പോഴും പറയും, പറയുന്നുണ്ട്. കംപ്ലൈന്റ് പറയും. എന്നാലും ആ സമയത്ത് നിന്നില്ലല്ലോ. പറയോട്ടെ. അതെ, അല്ല ഒരു സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ പറയുന്നു. പിന്നെ നമുക്ക് കാര്യം സത്യാവസ്ഥ ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു ഇത്. നമുക്കിനി ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാം. മനസ്സറിയാം എന്നുള്ളതാണ് സെഗ്മെന്റിന്റെ പേര്. അപ്പൊ സാർ മനസ്സറിയാം. അപ്പൊ സാറിന്റെ മനസ്സ് വായിച്ചെടുക്കാനായിട്ട് ഞാനൊരു മെന്റലിസ്റ്റിനെ ഇപ്പൊ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രീ നിപിൻ നിരവത്ത്. ഹലോ. ഹലോ. ഹായ് നിപിൻ, നമസ്കാരം. സുഖാണല്ലോ? അപ്പൊ അന്ന് നിങ്ങൾ പരിചയപ്പെട്ട സാറിന്റെ മനസ്സ് വായിച്ചോ നിപിൻ? അന്ന് തന്നെ ആണോ? അതൊരു കൗതുകമല്ലേ? അതെ. ഇനിയിപ്പോ നമ്മുടെ ഉള്ളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുമോ? ഇങ്ങനെ നമ്മൾ പറയാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരിങ്ങനെ മനസ്സറിയില്ല. എനിക്ക് ആദ്യം ചോദിക്കേണ്ട സംഭവം അമ്മ എന്ന് പറഞ്ഞ ആനക്കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാനിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അത് പറഞ്ഞു പോട്ടെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുവിനെ കുട്ടി. ഇനി അതിന് നമുക്ക് എപ്പിസോഡിൽ പോകുമ്പോ കാണാം. ഞാൻ രണ്ടാമത് ഞാൻ 5 ചോദ്യങ്ങളുമായിട്ടാണ്. ഓ ശരി. സാറിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കണമെന്ന് ചോദിച്ച ചോദ്യം അത് എനിക്ക് ഫെയിലായി. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യമാണ് എന്റെ ആദ്യമായിട്ട് വരുന്നത്. ഇല്ല, അത് ഫെയിൽ ആവില്ല. കാര്യം എനിക്ക് 100% ഉറപ്പാ. ഞാൻ ആദ്യമായിട്ട് ഞാനൊരു വീട് വെക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു. വീട് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനം മോട്ടറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എഞ്ചിനീയറോട് ചോദിച്ചു. അപ്പം സന്ദീപ് എന്നോട് പറഞ്ഞത് കുറേ മോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ നീ വാങ്ങിക്കുകയാണെങ്കിൽ വീഗാർഡിൻ്റെ മോട്ടർ മേടിച്ചാൽ മതി. കാര്യം സർവീസ് പക്കയാണ്, 24 മണിക്കൂറിനുള്ളിൽ അവർ വന്ന് ശരിയാക്കിയിട്ട് പോകുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളതിനേക്കാട്ടിലും റേറ്റ് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നിയെങ്കിലും ചില പേരുകളുടെയൊക്കെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെയൊക്കെ വാല്യൂ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് സർവീസ് നല്ലതാണെങ്കിൽ അത് വാങ്ങിക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ വീഗാർഡിൻ്റെ മോട്ടർ വാങ്ങി, വെള്ളത്തിലിട്ടു. 9 അത് കണ്ടിന്യൂസ് വർക്കാണ് കേട്ടോ, കംപ്ലീറ്റ് വർക്കിന് വേണ്ടി എടുക്കുന്ന വെള്ളമല്ലേ. അപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ ചെറിയ എന്തോ ഒരു മിസ്സിങ് വന്നിട്ട് വെള്ളം കയറിയില്ല. ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചു. 10 മണിക്കൂറിൽ വന്ന സാധനം എന്തോ ഒരു ചെറിയ വാഷായിരുന്നു, അത് പുതിയതിട്ടു, സാധനം ക്ലിയർ ആയിട്ട് പോയി. അപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം സെയിൽസ് മാർക്കറ്റിംഗ്, ഇതാണ് സാധാരണ ബിസിനസ്സിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ആഫ്റ്റർ ഡെലിവറി ചെയ്തതിന് ശേഷം അതിൻ്റെ സർവീസിൻ്റെ കാര്യത്തിൽ പലയിടത്തും പ്രശ്നമാണ്. സാർ അതെങ്ങനെയാണ് അത് അത്ര കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത്? അതിൻ്റെ സിസ്റ്റം എന്താണ്, അതിൻ്റെ സീക്രട്ട്? 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് റേഷ്യോ വളരെ കുറവായിരിക്കും. ഇത് പടിപടിയായിട്ട് ഞാനിങ്ങനെ മനസ്സിലാക്കി. അതായത് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് റേഷ്യോ കുറവാണ്. നമ്മൾ ബെസ്റ്റ് കോമ്പണൻസ് ഉപയോഗിക്കുക, കംപ്ലൈൻറ്റ് റേഷ്യോ കുറയും. ആ കെയർ ഓഫിൽ 10 രൂപ കൂടുതൽ കോസ്റ്റ് കൂടിയാൽ തന്നെ, 5% കോസ്റ്റ് കൂടിയാൽ തന്നെ ലോങ് ടേമിൽ അത് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൂടെ കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കതൊരു ഒരു തലവേദന. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുക. അതിനൊരു 5% റൈസ് കൂടുതലാണെങ്കിൽ പോലും ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ക്വിക്കായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കണം. അത് ഭാഗ്യത്തിന് ഞാനൊക്കെ ഇപ്പോൾ വീഗാർഡിൽ നിന്ന് മാറിയിട്ട് 10-12 വർഷത്തോളം ഞാൻ ഇല്ല. ഇപ്പം ഇത് സംഭവിച്ചത് അടുത്താണ്, ഈ ഒരു 4 മാസം. സന്തോഷം. കാരണം ഞാനിപ്പോൾ വീഗാർഡായിട്ട് ഒരു ബന്ധമേ ഇല്ല. അതെ. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ആഫ്റ്റർ സെയിൽസ് സർവീസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇന്ത്യയിൽ പൊതുവെ ആഫ്റ്റർ സെയിൽസ് സർവീസിന് പ്രാധാന്യം കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും, ഒരു വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിഷ് വാഷർ ആയിക്കോട്ടെ, അത് കംപ്ലൈൻറ്റ് വിളിച്ചു പറഞ്ഞാൽ ഇന്ന് വരാം നാളെ വരാം എന്നൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടില്ലേ. പിന്നൊരു ഉത്തരവാദിത്തമില്ലാത്ത മാതിരിയുള്ള സംസാരം, അത് നമുക്ക് പറ്റില്ല. അന്ന് കർശനമായിട്ട് വർഷങ്ങളായിട്ട്
സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ആണ് വീഗാർഡ്. അതുകൊണ്ട് അതിപ്പോഴും തുടരുന്നു എന്നുള്ള സന്തോഷമുണ്ട്. ഞാൻ അതിന്റെ ഒരു കാര്യം നേരത്തെ സാറിന്റെ അടുത്ത് ചോദിച്ചിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ആ ചോദ്യം ചോദിച്ചിരുന്നു. അതിന് ഇങ്ങനെ ഡയറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടല്ല ഇത്ര വേറെ രീതിയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ചില ടെക്നീഷ്യൻസ് ഒക്കെ നമ്മുടെ ഇപ്പം AC നന്നാക്കാൻ വരുന്നവരായിക്കട്ടെ, എന്തിന്റെ ആണെങ്കിലും ഇലക്ട്രോണിക് ഐറ്റത്തിന്റെ ടെക്നീഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മാസം ഒരു ഇതുപോലെ പ്രൊമോഷൻ പോലെ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത് തരാം എന്ന് പറഞ്ഞ് മിക്ക കമ്പനിയും അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ചില ടെക്നീഷ്യൻസിനെ കാണുമ്പോൾ നമുക്കറിയാം അവരിത് വേറെ ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കും അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെ പറയുന്ന പല ടെക്നീഷ്യൻസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ടെക്നീഷ്യൻസ് ഇതിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലാഭമില്ല. കാരണം വീഗാർഡ് ഒന്നും കൊടുക്കുന്നില്ല, ഇവർക്കൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇന്നുവരെ ഒരു ടെക്നീഷ്യനും മോശം പറയാത്ത അവർ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഭയങ്കരമായിട്ട് സാറിന് അഭിമാനിക്കാം. അത് വർഷങ്ങളായിട്ട് നമ്മൾ നിലനിർത്തിയിട്ടുള്ള ഒരു വിശ്വസ്തത. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത്, സാറ് ചെയ്തിരിക്കുന്ന കൈവെക്കുന്ന മേഖലയെല്ലാം വ്യത്യസ്തമാണ്. അതായത് ഇപ്പം വീഗാലാൻഡിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ടൂറിസം പ്ലേസുകൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് ഒരുപാട് പാർക്കുകളൊക്കെ എന്ത് ഡേർട്ടി ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത്. വീഗാലാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇതിപ്പം തൂത്തിട്ടാണെന്ന് തോന്നും, അല്ലെങ്കിൽ അവിടുത്തെ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ പോലും ഉള്ളതിനെക്കാട്ടിൽ ഭംഗിയായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ് അവിടെ. അത് എവിടുന്ന സാറിന് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത്? ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഞാൻ പൊതുവെ ഒരു ക്വാളിറ്റി കോൺഷ്യസ് ആളാണ്. വൃത്തി മെന ഒക്കെ വളരെ നിർബന്ധമുള്ള ആളാണ്. അത് ഞാൻ വിദേശത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലത് ആവുന്നില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ നാട്ടിനെ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊമൈസസ് എന്തുകൊണ്ട് അങ്ങനെ ആക്കിക്കൂടാ. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് എനിക്ക് തോന്നിയത് അവിടെ. അതായത് ഇപ്പോൾ വീഗാലാൻഡ് അല്ലെങ്കിൽ വണ്ടർലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അത്ര നീറ്റ്നെസ് ഉണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവിടെ ആ ക്ലീൻനെസ് കീപ്പ് ചെയ്യുന്നു. അത് കണ്ടിട്ട് അവിടെ വരുന്ന കസ്റ്റമർ അവർ സാധാ പബ്ലിക് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ അവർ വേസ്റ്റ് അവിടെ ഇടുമായിരിക്കും. പക്ഷേ ഇവിടെ അവിടെ ഇടാൻ പേടിയാണ് അവർക്ക്, അല്ലെങ്കിൽ ഇട്ട് കാണുന്നില്ല ആരും. അതിന് നിറയെ ഡസ്റ്റ്ബിന്നുകൾ പലയിടത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടത് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ട് കമ്പാരിറ്റീവ്ലി ക്ലീനിങ് ലേഡീസിന് സ്റ്റാഫിന് ജോലി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും അത് പാലിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ട്രാഷ് എല്ലായിടത്തും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് വേസ്റ്റ് ഭയങ്കര ക്ലീനാണ്. നമുക്കും ഒന്നും ഇടാനോ അല്ലെങ്കിൽ ഒന്ന് തുപ്പാനോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വേസ്റ്റ് അങ്ങനെ ഇടാനോ ഒന്നും തോന്നില്ല. കാരണം ഇതെങ്ങനെ ഇവിടെ ഒന്ന് ചവിട്ടും എന്നൊക്കെ തോന്നുന്നിടത്ത് പോലും അത്ര ക്ലീൻ. അതിലൊക്കെ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു ഗ്രൂപ്പിന് കുറ്റം പറയാൻ പാടില്ല, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ആ കാര്യത്തിലൊക്കെ പുറകിലായിരുന്നു. അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ കൊണ്ട് തന്നെ ഇടിപ്പിച്ച് ട്രാഷിലിടിപ്പിക്കും. അല്ല, ഞാൻ ആദ്യം കണ്ടത് ഈ മരത്തിൽ നിന്ന് ഇല വീഴുമ്പോൾ അപ്പം തന്നെ പിക്ക് ചെയ്യാനായിട്ടൊരു ലേഡി അവിടെ ഇങ്ങനെ. അപ്പം ഞാനത് ഇങ്ങനെ നോക്കി ഒരു സമയത്ത്, 10 വർഷം മുമ്പത്തെ കാര്യം. അപ്പം ഞാനത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ എനിക്ക് അത്ഭുതമായിട്ട് അത് തോന്നി. അത് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ബൈ ആൻഡ് ലാർജ് നമ്മൾ ആളുകളെ ട്രെയിൻ ചെയ്താൽ അവർ അത് ഫോളോ ചെയ്യും. നമ്മളങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അത് അവിടുത്തെ കൾച്ചർ അങ്ങനെ ആക്കി എടുത്തു. നേരത്തെ ഈ ഗാർഡിൻ്റെ ക്വാളിറ്റിയെ പറഞ്ഞ പോലെ വണ്ടർലയുടെ സ്റ്റാൻഡേർഡ് അതിൽ കുറഞ്ഞൊരു ഇതവിടെ നടക്കില്ല. ഞാൻ ഈ ഒരു കുസൃതി ചോദ്യമാണ്, കുസൃതിയായിട്ട് സാർ ഉത്തരം പറഞ്ഞാൽ മതി. മമ്മൂട്ടിയെക്കാട്ടിൽ 1 വയസ്സിൽ മൂത്തയാളാണ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് അല്ലേ? 74 ആണ് ഇപ്പോൾ. 74 ആണ്. അതായത് 50, 1950, 51 മമ്മൂക്ക. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. മമ്മൂക്കയും സൗന്ദര്യം ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്ന ആളാണ്. അങ്ങയുടെ ഈ നരച്ച താടി മാത്രം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലും അതേ സൗന്ദര്യം തന്നെയാണ്. ഇതിന് മോശമെന്നല്ല ഞാൻ അർത്ഥം പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടൊക്കെ എന്താണ് ചെയ്യുന്നത്? അതോ തന്നെ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ എന്താ പറയുക, ഓഫ് കോഴ്സ് ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ കോഷ്യസ് ആണ് ഞാൻ. റെഗുലർ എക്സസൈസും അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യും. പക്ഷേ ഒരു സപ്ലിമെൻറ്റോ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസോ യാതൊരു സാധനവും ഞാൻ കഴിക്കാറുമില്ല. അതേസമയം ഭക്ഷണമാണെങ്കിൽ എല്ലാം കഴിക്കും, നോൺ വെജിറ്റേറിയൻ കഴിക്കും, എല്ലാം കഴിക്കും. പക്ഷെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കാറുള്ളൂ മാത്രം. ഹെൽത്തി ആയിട്ട്
ജീവിക്കുന്നത്. അങ്ങനെ ഹെൽത്തി ഫുഡ് ഞാൻ ഇന്നതാ കഴിക്കുള്ളൂ അതില്ല. ഉം. എവിടെ ചെന്ന് കഴിഞ്ഞാലും കിട്ടിയതൊക്കെ കഴിക്കും. പക്ഷെ അതിനകത്ത് കൂടുതൽ എണ്ണയുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ നെയ്യുണ്ടെന്നൊക്കെ തോന്നിയാൽ നമ്മൾ ക്വാണ്ടിറ്റി അങ്ങ് കുറയ്ക്കും. കാര്യമായിട്ട് കുറയ്ക്കും. ഉം. ഇനി ഒരു സീരിയസ് ചോദ്യം. ഓ ആയിക്കോട്ടെ, എന്താണോ? സീരിയസ് ഒന്നും അങ്ങനല്ല, അതായത് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യമാണ്. സാറിൻ്റെയൊക്കെ കാലം എന്ന് പറയുന്ന ചെറുപ്പകാലം, ടി വി ഇല്ലാത്ത അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത, കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു കാലത്താണ് സാറ് വളർന്നു വരുന്നതും ഒരുപാട് സ്ട്രഗിളുകളിലൂടെയാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ഇത്രയും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് കുറേ ചെറുപ്പക്കാർ സംരംഭകരായിട്ടുണ്ട്. അവരും പല പല പ്രസ്ഥാനങ്ങൾ, പല കാര്യങ്ങളും മാർക്കറ്റിലേക്കൊക്കെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലത് ഫെയിലാവുന്നുണ്ട്, ചിലർ വിചാരിക്കാവുന്നതിനപ്പുറത്തേക്ക് ഇത് സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഈ രണ്ട് കാലഘട്ടവും, അന്ന് വളർന്നു വന്ന ആ കാലഘട്ടവും ഈ ഒരു കാലഘട്ടവും തമ്മിലൊരു വ്യത്യാസവും നോക്കിക്കാണുന്നുണ്ടാവും. പുതിയ സംരംഭകർക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ജീവിതയാത്രകളിലൂടെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങേക്ക് പറയാനുള്ള എന്തായിരിക്കും ആ ഒരു കാലം? അല്ലെങ്കിൽ ഇന്ന് കുറച്ചുകൂടി ഈസിയാണ് പല കാര്യങ്ങൾ, പക്ഷേ ആളുകൾ അവൈലബിൾ ആണ് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ്. ആ കാലത്ത് കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. അപ്പം അതിനെ കണക്ട് ചെയ്തിട്ട് സാറെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറയും, ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ച് ഇതേമാതിരി എൻ്റെ നാട്ടിൽ ആ കരയിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അതുവരേക്ക് മണ്ണെണ്ണ വിളക്കായിരുന്നു വീട്ടിൽ ഉപയോഗിച്ചിരുന്നത്. കാരണം ആ ഗ്രാമത്തിലേക്ക് ലൈൻ വലിക്കുന്നത് ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യം കറണ്ട് വരുന്നു, ലൈറ്റ്, കുറേ നാൾ കഴിഞ്ഞപ്പോൾ റേഡിയോ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പടിപടിയായിട്ടാണ് എല്ലാം കണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ നാട്ടിൻപുറത്തൊക്കെ വളർന്നപ്പോൾ ഒരു മെച്ചം കിട്ടി. അതായത് നമ്മൾ പറയില്ല, ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് നാട്ടിൻപുറത്ത് ജനിച്ച അതിൻ്റെ ഒരു അഹങ്കാരം എനിക്ക് ഉണ്ട്. അത് ഇന്നത്തെ പിള്ളേർക്ക് സിറ്റിയിൽ ഈ ബ്രോയിലർ സ്റ്റൈലിൽ ജനിച്ചവർക്ക് അതിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇമോഷണലി വേഗം അപ്സെറ്റ് ആവും. അതുകൊണ്ടാണല്ലോ ഈ സൂയിസൈഡ് റേറ്റ് ഒക്കെ കൂടുന്നത്. കൂടുതൽ വരുന്നത്. അപ്പം നമ്മളൊക്കെ പാലം കുലുങ്ങിയാലും കിളൻ കുലുങ്ങില്ല എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇന്നല്ല പണ്ടും ഇങ്ങനെയായിരുന്നു. അതൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷേ അതേസമയം ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ്. കാരണം അന്നത്തെ അത്ര സ്ട്രഗിൾ ചെയ്യണ്ട ഇന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട്. പക്ഷേ അതേസമയം അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷനും ഉണ്ട്. അപ്പം ഞാൻ പറയും, ആ കാലം നല്ലത് തന്നെ, ഈ കാലം നല്ലത് തന്നെ. അന്ന് കോമ്പറ്റീഷൻ കുറവായിരുന്നു, പക്ഷേ ഓപ്പർച്യൂണിറ്റീസും കുറവായിരുന്നു. ഇന്ന് ഓപ്പർച്യൂണിറ്റീസും പ്ലെൻറ്റിയാണ്, കോമ്പറ്റീഷനും പ്ലെൻറ്റിയാണ്. അപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അന്നും ഇന്നും ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അന്നിപ്പോൾ സ്ട്രഗിൾ ചെയ്തത് അതൊരു സ്ട്രഗിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നത്തെ പുതിയ പുതിയ ഇഷ്യൂസ് ആയിരിക്കാം. കോൺട്രവേഴ്സി ആയിട്ട് ചിന്തിക്കരുത്, രാഷ്ട്രീയമായിട്ടും അതിനെ കാണരുത്. അല്ലാതെ സാർ ഉത്തരം പറഞ്ഞാൽ മതി. നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമാണോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ പലരും പറയുന്നുണ്ട്. ഞാനത് രാഷ്ട്രീയം ഉൾപ്പെടുത്തേണ്ടെന്ന് തന്നെ ആദ്യം തന്നെ ഇട്ടുകൊണ്ട് പറയാം, ആരെയും നമ്മൾ വാക്കുകൾ കൊണ്ടുപോലും പറയാതെ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അത് മാറി തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം, കാരണം വ്യവസായം ചെയ്യുന്നൊരു ആളെന്ന നിലയിൽ ഉള്ള ചോദ്യമാണ്. അല്ല, ഞാൻ പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് തുടക്കത്തിലൊക്കെ എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലേബർ പ്രോബ്ലമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് V-Guard ഗ്രൂപ്പ്. അതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കേരളമാണ് ഒരു എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്ന സ്റ്റേറ്റ്, ആദ്യത്തെ ലോകത്തിൽ തന്നെ. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസമാണ് കറക്റ്റ്. ഇന്ത്യ മൊത്തത്തിൽ ഫോളോ ചെയ്തിരുന്നത് റഷ്യയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ ക്യാപിറ്റലിസം ശരിയല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അത് പയ്യെ അത് റഷ്യ തകർന്നതിനൊക്കെ ശേഷം അത് പോരാ, ക്യാപിറ്റലിസം വേണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് വേണം, അതിൻ്റെ എന്താ പറയുക അടുക്കും ചിട്ടിയും വേണം എന്നൊക്കെ ചിന്താഗതി ഇപ്പോൾ കുറേയൊക്കെ ഭേദപ്പെട്ടു തുടങ്ങി. ചുരുക്കി പറയുകയാണെങ്കിൽ കാലം മാറി. പണ്ടത്തെ പോലെ സമരങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ്, ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പഠിച്ചു. ഞാൻ പറയും, എൻ്റർപ്രണേഴ്സും പഠിച്ചു, തൊഴിലാളികളും പഠിച്ചു.
യൂണിയൻ ലീഡേഴ്സും പഠിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യങ്ങൾക്ക് ഒരു ഉം, ഒരു ഒരു പക്വത വന്നിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. കേരളം ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് വളർന്ന ആളല്ലേ. ഞാൻ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ വണ്ടർല പോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി ഈ ഗാർഡിൻ്റെ പലതും മറ്റ് സ്റ്റേറ്റുകളിലുണ്ട്. അപ്പോൾ കേരളത്തിന് മൊത്തം കുറ്റം പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതിന് പകരം കേരളത്തിനകത്ത് എത്രയോ പേര് വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിനകത്ത് ഞാൻ മാത്രമല്ലല്ലോ, ഈ ഗാർഡ് മാത്രമല്ലല്ലോ, ഈസ്റ്റേൺ ആയാലും ശരി, അങ്ങനെ എത്രയോ EKC ആയാലും ശരി, എത്രയോ സ്ഥാപനങ്ങൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ കേരളത്തിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരളം വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എല്ലാ മൾട്ടിനാഷണൽസും കേരളത്തിനെയാണ് നോക്കുന്നത്. കാരണം എല്ലാ വലിയ ബ്രാൻഡ് കാറുകളും കേരളത്തിൽ ധാരാളം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ഭാഗ്യം കിട്ടിയത് ഒരു കണക്കിന് കേരളത്തിൽ ലേബർ പ്രോബ്ലം ഉള്ള കാരണം കൊണ്ടാണോ എന്തെങ്കിലും ആവട്ടെ, ഗൾഫ് തൊട്ടടുത്ത് കിടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇവിടുന്ന് ഡൽഹി പോണ സമയം വേണ്ട ദുബായിലെത്താനായിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ ദുബായിലെത്തുകയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഏറ്റവും 4 മണിക്കൂർ കൊണ്ട് ഗൾഫ് കൺട്രീസിലേക്ക് എത്തുകയാണ്. അവർ പടിപടിയായിട്ട് ഉയർന്നതിൻ്റെ നല്ലൊരു പങ്ക് പണം കേരളത്തിലേക്ക് ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. നമുക്ക് കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അല്ല, നമ്മളെപ്പോഴും ആൾക്കാർ എംഫസൈസ് ചെയ്ത് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ആ നെഗറ്റീവിനെ പിടിച്ചിട്ട് ആൾക്കാർ ആ ഒരു മൂടുപടത്തിലൂടെ ആയിരിക്കും മാത്രം കണ്ടുപിടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് തന്നെ പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അതേസമയം ഇതേ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എത്രയോ പേര് വളർന്നു വലുതായിട്ടുണ്ട്. അപ്പം ഞാൻ അധികം വിമർശിക്കാൻ പാടില്ലല്ലോ. അതെ, അത് പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ്. നമ്മൾ കേരളത്തിൽ മാറണമെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? ഒറ്റ കാര്യം മാറണം അങ്ങനെ തോന്നിയത്? അല്ല, കേരളം ഇങ്ങനെയൊക്കെ പോവുള്ളൂ എന്ന് എനിക്ക് തോന്നാറുള്ളത്. കാരണം ഇവിടെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒത്തിരി ഭാഗ്യത്തിന് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും ആദ്യം SSLC പാസ്സാവുന്നു, പിന്നെ പ്രീഡിഗ്രി +2 പാസ്സാവുന്നു, പിന്നെ ഗ്രാജുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻജിനീയറിങ് ആവുന്നു. അങ്ങനെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെ എല്ലാവരും ഉൾക്കൊള്ളാനായിട്ട് കേരളത്തിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജോലി അന്വേഷിച്ച് ഇപ്പോൾ കുറേ പേര് വിദേശത്ത് പോകുന്നത് ഞാൻ പറയും, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എത്രയോ പേര് വിദേശത്ത് പോയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളവരുണ്ട്. എൻ്റെ തന്നെ എത്രയോ ക്ലാസ്മേറ്റ്സ് അമേരിക്കയിലും കാനഡയിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് തൊട്ടേ തന്നെ. അപ്പോൾ നേഴ്സുമാരായിട്ടും അങ്ങനെ പല തുറകളിലുള്ള ആളുകൾ. കേരളം കൊച്ചു സംസ്ഥാനമാണ്. ഈ ചെറിയ സ്ഥലത്താണ് നമ്മൾ ഈ 3.5 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. ഇവിടെ എവരി 10 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ വേറെ മുനിസിപ്പാലിറ്റിയാണ്. ഇവിടുന്ന് നമ്മൾ ആലുവയിലേക്ക് പോകുമ്പോൾ തന്നെ 2-3 മുനിസിപ്പാലിറ്റി ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ആദ്യം കുറച്ച് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഉണ്ട്, അത് കഴിഞ്ഞ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ആലുവ മുനിസിപ്പാലിറ്റി വരുന്നത്. 20 കിലോമീറ്റേഴ്സോളൂ. അങ്ങനെ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റാന്ന് പറയാം. ഇവിടെ വലിയ ഇൻഡസ്ട്രി, വലിയ എന്താ പുക തുപ്പുന്ന ഇൻഡസ്ട്രി പറ്റില്ല. കാരണം അത്രയും ജനം തിങ്ങിപ്പാർക്കുകയാണ്. അതെ അതെ, അതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോവും. എത്ര രാജ്യങ്ങളിൽ സാറ് സന്ദർശിച്ചിട്ടുണ്ട്? ഞാനങ്ങനെ കണക്ക് വെക്കാറില്ല. എന്നാലും അപ്രോക്സിമേറ്റ്ലി 10-70 എണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. 70+ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഇപ്പം സാറ് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വ്യത്യസ്തതയിൽ നിന്ന് ഇനി ഒരിക്കൽ എനിക്ക് സാധ്യമാകുകയാണെങ്കിൽ കൊണ്ടുവരണമെന്ന് തോന്നുന്ന ഒരു മനസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അല്ല, അങ്ങനെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ വണ്ടർല ആശയം കിട്ടിയത് തന്നെ ഞാൻ യാത്ര ചെയ്യുന്നായിരുന്നു. യാത്രകളും അനുഭവങ്ങളും ഒക്കെ ആണല്ലോ ഒരു മനുഷ്യനെ യാത്ര ചെയ്യുന്ന കിട്ടിയതാണ്. അപ്പോൾ കൊച്ചു കൊച്ചു ആശയങ്ങൾ പലതും ഈവൻ വണ്ടർലയിലായാലും ശരി, വി ഗാർഡിലായാലും ശരി, അവിടെ കണ്ടത് ഇവിടെ പലതും ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം, എനിക്കൊരു മടിയില്ല. അതായത് ഞാൻ ജപ്പാനിലൊരു 2 വീക്സ് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ചില ആശയങ്ങൾ, അവരുടെ ആ ക്വാളിറ്റി കോൺഷ്യസിനെ പറ്റിയൊക്കെ
അവിടുത്തെ പ്രൊഫസർമാർ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് ഒത്തിരി കൊച്ചു കൊച്ചു ആശയങ്ങൾ ഞാൻ അന്ന് കാലത്ത് 30 years ബാക്ക് ഞാൻ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ യാത്രകൾക്ക് ഞാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കണ്ടെത്താറുണ്ട്, അതിവിടെ അതൊക്കെ കോപ്പി അടിക്കും. അതങ്ങനെയാണല്ലോ, നമ്മൾ നല്ലത് കണ്ടു കഴിയുമ്പോൾ നമ്മളത് നമ്മളിലേക്ക് എടുക്കാനും നമ്മളത് തിരിച്ച് നമുക്ക് എവിടെയാണോ അത് വേണ്ടത് അവിടെ കൊണ്ടുപോയത് അപ്ലൈ ചെയ്യാൻ നമ്മളത് ശ്രമിക്കുക തന്നെ ചെയ്യണം എപ്പോഴും. അത് സാറിലൂടെ അത് വേറെ പലരിലേക്കും അത് എത്തിക്കുകയാണ് അല്ലേ? അല്ല, അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതായത് വിജയം കൈവരിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ വേറെ വിധത്തിൽ കോപ്പി അടിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മുടെ നാട്ടിനോട് ചേർത്ത പോലെ കോപ്പി അടിക്കണം. നേരിട്ട് കോപ്പി അടിച്ചാൽ പറ്റില്ല. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അഡാപ്റ്റേഷൻ അല്ലാതെ നേരിട്ട് കോപ്പി അടിച്ചാൽ കാര്യമില്ല. എന്റെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. എനിക്ക് വളരെ ചെറിയ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇല്ല, ഉണ്ടായിരുന്നുള്ളൂ. ചോദ്യങ്ങൾ കഴിഞ്ഞു. മനസ്സിന്ന് ഇതുവരെ ആരും കേൾക്കാത്തതൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുവോ എന്നൊക്കെ പേടിച്ചു മനസ്സറിയാമെന്ന് പറഞ്ഞപ്പോൾ. നമ്മള് വെളിയിൽ നിന്നല്ലേ കാണുന്നത്, അപ്പൊ നമുക്ക് ആ ഒരു ആവരണത്തിൽ നിന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളെ എനിക്കും റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ താങ്ക് യു എന്റെ ചോദ്യങ്ങൾക്ക് എന്തായാലും താങ്ക് യു നിതിൻ, താങ്ക് യു സോ മച്ച്. സർ, ഒരു സിനിമയിലെ ഒരു ഡയലോഗാണ്, ഇൻസൾട്ട് ആണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മുടെ ഒരു മലയാള സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗും സാറിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം അത് യോജിക്കുന്നുണ്ടാവും? അല്ല, അതായത് അത് ഓരോരുത്തർക്കും ഒരേ പോലെ ഇരിക്കുന്നു മാത്രം. എനിക്ക് അങ്ങനെ ഒരു സീരിയസ് ഇൻസൾട്ട് എൻ്റെ മേല് വന്നിട്ടില്ല. ഇല്ല, പക്ഷെ അതേസമയം പ്രതിസന്ധികൾ ഉണ്ടാവും. പല സന്ദർഭങ്ങളിലും സാമ്പത്തിക ഞെരുക്കം ആദ്യ കാലഘട്ടത്തൊക്കെ, അതേമാതിരി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോവുക. അപ്പോൾ അത് എങ്ങനെയും വിജയിപ്പിക്കണം എന്നുള്ള അതായിരിക്കണം ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതിൻ്റെ മീനിങ് അതായിരിക്കണം. അപ്പോൾ ഞാൻ പറയും, അപ്പം ചിലർ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടതൊക്കെ പൊന്നാവുന്നു. നോ എത്രയോ കറക്ഷൻസ് നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം ഞാൻ പറയും, V-Guard ആണെങ്കിൽ തന്നെ, സ്റ്റെബിലൈസർ ആണെങ്കിൽ തന്നെ എത്രയോ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടാവുമെന്നറിയോ? ഇപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ഇപ്പോൾ 47 വർഷമായി. ആദ്യത്തെ സ്റ്റെബിലൈസർ ഇപ്പോഴത്തെ സ്റ്റെബിലൈസറും തമ്മിൽ യാതൊരു കമ്പാരിസൺ ഇല്ല. ടെക്നോളജി മാറി, അതിൻ്റെ കെട്ടും മറ്റും മാറി. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ചേഞ്ച് വേണ്ടതാ. അല്ലാതെ ഓക്കെ കൊള്ളാലോ, ഇത് അത്യാവശ്യം വിറ്റ് പോകുന്നുണ്ടല്ലോ, ഇത് മതി, ഇതിങ്ങനെ മതി എന്ന് പറഞ്ഞ് അതിന്മേ ഉറങ്ങാൻ തുടങ്ങിയാൽ ദെൻ നമ്മുടെ ഡൗൺഫോള് സ്റ്റാർട്ട് ചെയ്ത് നിർത്തും. അപ്ഡേറ്റഡ് ആവണം. അതുമാതിരി ഇപ്പോൾ വണ്ടർല, ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്കാണെങ്കിലും അവിടെ 10 വർഷം മുമ്പ് പോയ എക്സ്പീരിയൻസ് ആവില്ല ഇപ്പൊ ഇന്ന് പോകുമ്പോൾ. കാരണം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പഴയതൊക്കെ ഒബ്സൊലീറ്റ് ആവുന്നു, പുതിയത് വരുന്നു. അത് ലോക നിയമമാണത്. അപ്പൊ നമ്മൾ വിചാരിക്കണം മതി, ഇങ്ങനെയൊക്കെ മതി, ഇത് കൊള്ളാന്ന് പറയുമ്പോൾ സംബഡി വിൽ ടേക്ക് ഓവർ ചെയ്യും, വേറൊരാള് കടത്തി വിട്ടും. അപ്പൊ ഞാൻ പറയും, നമ്മളൊരു ട്രെഡ്മില്ല, ട്രെഡ്മില്ല് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊല്ലം ചെല്ലുന്ന അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതുമേ ഇരുന്നിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചാൽ നടക്കില്ല. തുടങ്ങിയതെല്ലാം വിജയിച്ചു എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. V-Guard അല്ലെങ്കിൽ അല്ല, എത്രയോ പ്രോഡക്റ്റ് V-Guard നിർത്തിയിട്ടുണ്ട്. തുടങ്ങിയിട്ട് വിജയിക്കുന്ന വലിയ പ്രതീക്ഷയിൽ ഇരുന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്.